പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പവർവിഷൻ ടിവിയിലൂടെ സർവശക്തനായ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സർവശക്തന്റെ കൃപയും സാന്നിധ്യം ഒക്കെ കൂടെ ഇരുന്നു. ഈ 11ാം വർഷത്തിലേക്ക് ഈ പവർവിഷൻ ടിവിയിലൂടെ സുവിശേഷ പ്രസംഗം ചെയ്യുവാൻ കർത്താവ് സാധുവായി എനിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ സഹകരണവുമാണ് ഇത്രത്തോളം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ദൈവമായ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവിനെ സഹായിച്ചത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നവരെ മുഖാമുഖം പലരെയും കണ്ടിട്ടില്ലെങ്കിലും സ്തോത്രം, പ്രാർത്ഥനാ ശബ്ദങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുവാനും ഉപസിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് അനേകരുടെ വിഷയങ്ങൾക്ക് വിടുതലായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവിന്റെ എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കും ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷീജ തോമസ് ദുബായി ആണ്. പ്രിയ സിസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിസ്റ്റർ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന താനും കുടുംബവും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കൃപയിലേക്ക് വന്നിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഈ കൃപയിലേക്ക് കടന്നു വരാൻ പ്രാർത്ഥന വിഷയം അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തൻ്റെ 2 പെൺകുഞ്ഞുങ്ങൾ 2 പേരും അവരുടെ പഠനം, അവരുടെ വിദ്യാഭ്യാസ, ജോലി, അവർക്ക് വേണ്ടതായ തക്ക തുണ ഇതൊക്കെ ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. അതുപോലെ തന്നെ തനിക്ക് നാട്ടിൽ നല്ലൊരു വീട് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിച്ചു കൊടുക്കേണ്ടതിന്, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സ്തോത്രം അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി, വലിയ അത്ഭുത പ്രവൃത്തിയായി തീരുവാൻ, കർത്താവിന്റെ സാക്ഷ്യത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ കുറിച്ചാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എവിടെയെല്ലാം ആരെല്ലാം കർത്താവിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ, ഹല്ലേലൂയ, അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവ് മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ നാളുകളായി കാത്തിരുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവരെയൊക്കെയും കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിച്ച് മാനിച്ചവരെയൊക്കെ വഴി നടത്തിയിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിയവരെ കർത്താവ് മാനിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ സ്തോത്രം, ആ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് ഈ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ കാത്തിരിക്കുന്നവർ. ഹല്ലേലൂയ. ആമേൻ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നൊക്കെ പോകുന്ന സമയത്ത് യൗവനക്കാരൊക്കെ ഇടറി വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് സ്തോത്ര. ഹല്ലേലൂയ. നമുക്കറിയാം പലരും വിശ്വാസം ത്യജിച്ചും ആ വിശ്വാസത്തെയൊക്കെ പുറകിലേക്ക് ചവിട്ടിക്കളഞ്ഞ് തിരുവചനം പറയുന്നത് പോലെ, സംഗീതനക്കാരൻ പറയുന്നത് പോലെ അത്യുന്നതന്റെ ആലോചനയെ അവർ നിരസിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തെ നിരസിച്ചു എന്ന് മാത്രമല്ല,
കർത്താവിന്റെ കൽപ്പനകളെ നിരസിച്ച് കർത്താവിനെ മറന്നും കൊണ്ട് അതൊക്കെ പുറകോട്ട് എറിഞ്ഞു കളഞ്ഞിട്ട് പലരും ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി ഈ കാണുന്നതൊക്കെ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, കാണുന്നത് താൽക്കാലികമാ, കാണാത്തതോ നിത്യമാത്രേ. ഹല്ലേലൂയ. ഈ കാണുന്ന താൽക്കാലികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, ജഡിക സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ കണ്ണിന്റെ ഇമ്പത്തിനു വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ് ഹല്ലേലൂയ കർത്താവിനെ ത്യജിച്ചും കൊണ്ട്, കർത്താവിന്റെ ശക്തിയെ ത്യജിച്ചും കൊണ്ട്, കർത്താവിന്റെ വചനത്തെ ത്യജിച്ചും കൊണ്ട്, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വലിയൊരു കൂട്ടം. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ മധ്യത്തില് കർത്താവ് പറയാം, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ചെറിയൊരു കൂട്ടം കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ചെറിയ കൂട്ടത്തിലല്ലേ നമ്മൾ ഓരോരുത്തരും സ്തോത്ര ഹല്ലേലൂയ കാത്തിരിക്കുന്ന ആ ചെറിയൊരു കൂട്ടം, ആ ചെറിയ കൂട്ടത്തെ കർത്താവ് പറയുകയാ, നിങ്ങൾ ശക്തിയെ പ്രാപിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കും, നിങ്ങൾ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ ഓടും, നിങ്ങൾ തളർന്നു പോകാതെ നടക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലവിധമാകുന്ന പ്രശ്നങ്ങള്, ഭാരങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിന്റെ എല്ലാം നടുവിൽ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. 40 സംഗീതത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ട നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവിനെ കയറ്റി. എവിടേക്കാണ് കയറ്റിയത്? ക്രിസ്തുവാകുന്ന പാറമേലെന്നെ കയറ്റി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും ഭാരങ്ങളും കടന്നു വന്ന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം, നമ്മൾ ചേറ്റിലും കുഴഞ്ഞ അവസ്ഥയിലൊക്കെ ആയിരുന്നു. നമ്മുടെ ആ അവസ്ഥയിൽ നിന്ന് ആർക്കും നമ്മളെ കരകയറ്റുവാൻ തോന്നിയില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, പലരിലും നമ്മൾ ആശ്രയിച്ചു, പലരുടെ അരികേക്ക് നമ്മൾ ഓടിച്ചെന്നു. അവിടെയൊക്കെ വഴികൾ അടഞ്ഞത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവ് തന്നെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയാകുന്നു. നമ്മളുടെ ഭവനത്തിൻ്റെതായ ശോചനീയമായ അവസ്ഥകളിൽ നിന്ന്, നമ്മുടെ തലമുറകളുടെ തകർന്ന അവസ്ഥകളിൽ നിന്ന്, പരാജയത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്നൊക്കെ നമ്മെ കരകയറ്റുവാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല കേട്ടോ. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ സഹായിച്ചാലും അത് അല്പമേ സഹായിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ നിത്യമായ ഒരു സഹായം കർത്താവിൽ നിന്ന് മാത്രമാണ് നമുക്ക് കടന്നു വരുന്നത്. ഇന്നൊരു ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, നമ്മൾ ഹല്ലേലൂയ അനുഭവിക്കുന്ന നന്മകളും നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ കർത്താവ് നൽകി തരുന്നത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്കായി നമ്മളെ കാത്തിരിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, സങ്കീർത്തനം 62 1 വാക്യത്തിൽ പറയുന്നു, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് വേണ്ടി മൗനമായി കാത്തിരിക്കുകയാണ്, കർത്താവിൽ നിന്ന് രക്ഷ വരുവാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. ആർക്ക് സഹായിപ്പാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ വരും. നമുക്കറിയാം യോനയുടെ കാര്യം അല്ലേ. യോന കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി, അവിടെ താനെ മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു. യോന തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കടൽ പുല്ലുകളൊക്കെ തനിക്ക് തലപ്പാവായിരുന്നു. ഹല്ലേലൂയ. ഓളങ്ങളും തിരമാലകളും എല്ലാം തന്റെ മീതെ കടന്നുപോയി. അപ്പോൾ യോന അവിടെ കിടന്ന് അയ്യം വിളിക്കുവാൻ തുടങ്ങി. ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും രക്ഷിക്കാൻ പറ്റത്തില്ല, ആർക്കും യോനയുടെ അരികിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. കാരണം എവിടെയാണ് താൻ ആയിരിക്കുന്നത്? മഹാമത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുന്ന അവസ്ഥയിലാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടെ നിന്ന്
കർത്താവാണ് തന്നെ രക്ഷിച്ചത്. കർത്താവ് തനിക്ക് വേണ്ടി രക്ഷയൊരുക്കി. താൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു മൗനമായി അവിടെ കിടന്നപ്പോൾ സർവശക്തനായ ദൈവം മഹാമത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ നിനവയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് യോപ്പ കടൽപ്പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നു. എവിടെ നിന്നാണ് താൻ യാത്ര തിരിച്ചത്? യോപ്പയിൽ നിന്ന്. ആ യോപ്പയിലേക്ക് തന്നെ മത്സ്യം മടക്കിക്കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. യോന അവിടെ നിന്ന് വീണ്ടും ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച നിനവയിലേക്ക് യാത്ര തിരിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില ദൈവിക പ്രവർത്തികൾ നടക്കുവാൻ തടസ്സമായി നമ്മൾ ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ, കാത്തിരിക്കാതെ, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കേൾക്കാതെ നമ്മൾ എടുത്തു ചാടുന്നതാ. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നതാണ് പ്രശ്നം. എന്നാൽ യോന ഒന്ന് അല്പം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെ, അല്പം താമസിച്ചിരുന്നെങ്കിൽ കർത്താവിന്റെ അരുളപ്പാട് അങ്ങനെ തന്നെയോ എന്ന് വ്യക്തമായി ഒന്ന് ശ്രദ്ധിച്ചിട്ട് തനിക്ക് ദൈവം പറഞ്ഞ നിനവയിലേക്ക് പോകാമായിരുന്നു. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുമായിരുന്നു. പക്ഷേ തന്റെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങള്, പലവിധമാകുന്ന ഭാരങ്ങളൊക്കെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ കളലിയ പ്രതിസന്ധി ഘട്ടങ്ങളില്, ആർക്ക് സഹായിപ്പാൻ കഴിയാത്ത വേളകളില് സർവശക്തന്റെ അരികിലേക്ക് നിങ്ങൾ കളലിയ നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാൽ, കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ, മൗനമായിരുന്നാൽ, ഉള്ളം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, സർവശക്തനിൽ നിന്ന് ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും വേഗത്തിൽ കടന്നു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹബക്കൂക്കിന്റെ 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരെ നിശ്ചയം താമസിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവര്, ഹല്ലേലൂയ, ഒരു ദർശനം കിട്ടിയിട്ടുണ്ടോ? ഒരു അരുളപ്പാട് കിട്ടിയിട്ടുണ്ടോ? ഒരു ദൈവിക ആലോചന നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഹല്ലേലൂയ. അതിനു വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരുന്നാൽ അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. വൈകിയാലും അത് വരും, നിശ്ചയമാണ്. അപ്പൊ കർത്താവിന്റെ സന്നിധിയില്, ഹല്ലേലൂയ, നമ്മൾ കാത്തിരിക്കുന്നവർക്കെല്ലാം സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ആരെല്ലാം കാത്തിരുന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ആരെ കുറിച്ചാണ് പറയുന്നത്? അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാമും സാറായും, ഹല്ലേലൂയ, അവർ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. അവസാനം അബ്രഹാം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: പിതാവായ ദൈവമേ, എന്റെ ഈ സ്വത്തിനെല്ലാം അവകാശിയായി എന്റെ ദാസനാകുന്ന എലയാസറാണോ ആകുന്നത്? ദമശ്കുകാരനായ ഈ എലയാസറാണോ എന്റെ ഈ സ്വത്തിനെല്ലാം അവകാശിയായി തീരുന്നതെന്ന് ചോദിച്ചു. നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോ ഒക്കെ എത്ര വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പ്രാർത്ഥനക്കാരനാന്ന് പറഞ്ഞാലും, പ്രാർത്ഥനക്കാരിയാന്ന് പറഞ്ഞാലും, അറിയാതെ ഇങ്ങനെ വിശ്വാസം ചോർന്നു പോകുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരുമല്ലേ? അങ്ങനെ വരുന്ന ഒരു അനുഭവത്തിൽ അബ്രഹാം പിതാവും ആയിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. എന്നാൽ സർവശക്തനായ ദൈവം അതൊക്കെ കേട്ടു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തന്റെ കാത്തിരിപ്പിന് മറുപടി നൽകി. സ്വർഗത്തിലെ ദൈവം തനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. കർത്താവ് തന്നോടൊരു വാഗ്ദത്തം നൽകിയായിരുന്നു: നീ ആകാശത്തിലേക്ക് നോക്ക, നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? ഓ ഇല്ല പിതാവേ, എണ്ണാൻ പറ്റുകയില്ല. എങ്കിൽ അതേപോലെ എണ്ണിക്കൂടാത്തത്രയും തലമുറനെ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അതേപോലെ കർത്താവ് കടൽ തീരത്ത് കൊണ്ട് മണൽത്തരികളെ കാട്ടിയിട്ട് കർത്താവ് പറയുകയാണ്: ഈ മണൽത്തരികളൊക്കെ നിനക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണി തീർക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, അയ്യോ അതെനിക്ക് പറ്റുകയില്ല, അത്രത്തോളം തലമുറനെ നിനക്ക് തരുമെന്ന് പറഞ്ഞു. ഒരാളെ പോലും കാണുവാനില്ല. അപ്പോൾ വിശ്വാസം എന്ത് ചെയ്തു പോയി?
പയ്യെ 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 തളരുവാൻ തുടങ്ങി, ക്ഷീണിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് സർവശക്തനായ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത തലമുറനെ സ്വർഗത്തിലെ ദൈവം നൽകി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവരുടെ കാത്തിരിപ്പിനൊരു മറുപടി ഉണ്ടായി പ്രിയരെ. ആമേൻ. അവരുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ശരീരമൊക്കെ ക്ഷീണിച്ചു, ശരീരമൊക്കെ വയസ്സായി, ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങി, എല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി മാനുഷികമായിട്ട് ഒന്നിലും ആശ്രയിക്കുവാനില്ല അവർക്ക്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. അപ്പോഴല്ലേ നമ്മൾ അത്ഭുത പ്രവൃത്തി എന്ന് പറയുകയുള്ളൂ. സ്തോത്രം. നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ, നമ്മുടെ മുൻപിൽ സാധ്യമാണെങ്കിൽ അതിന് അത്ഭുതമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയാത്തത്, നമ്മൾക്ക് അസാധ്യമായതൊക്കെയാണല്ലോ അത്ഭുതമായിരിക്കുന്നത്. സർവശക്തനായ ദൈവം അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ച ദൈവമാണ്. ഇന്ന് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രയാസമായിരിക്കുന്ന വിഷയങ്ങള്, അസാധ്യമായിരിക്കുന്ന വിഷയങ്ങളെ, സാധ്യമല്ലാത്ത വിഷയങ്ങള്, ആ വിഷയങ്ങളുടെ മേൽ സർവശക്തങ്ങളിൽ നമ്മൾ ആശ്രയിച്ചും കൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആമേൻ. സക്കരിയ പുരോഹിതനും എലിസബത്തും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. അവരും വയസ്സ് ചെന്നു, വൃദ്ധരായി തീർന്നു, അവരുടെയും പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഇനി ബാലൻസ് മുതലായിട്ടുള്ളത് എന്താണ്? പ്രാർത്ഥന മാത്രമാണുള്ളത്. പ്രാർത്ഥന മാത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ യൗവനവും, നമ്മുടെ ആ ശരീരത്തിന്റെ ആ സൗന്ദര്യവും, നമ്മുടെ സമ്പത്തും, നമ്മുടെ സമയങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാവരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വന്ന് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ കാത്തിരിപ്പിന് മറുപടിയായി. നീ എത്ര വർഷമായി കാത്തിരിക്കുന്നു, എത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു, എത്ര വർഷമായി ദൈവത്തോട് യാചിക്കുന്നു. സർവശക്തനിൽ നിന്ന് മറുപടി ഇതാ വരുന്നു. ഹല്ലേലൂയ. താന് തന്റെ ഹല്ലേലൂയ ശുശ്രൂഷ മണ്ഡലത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, സക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, സക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പോഴേ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മാത്രമേ മറുപടി ലഭിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നവർ തളർന്നു പോകരുത്, പ്രാർത്ഥിക്കുന്നവർ ക്ഷീണിച്ചു പോകരുത്, പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെട്ടു പോകരുത്, അവിശ്വസിക്കരുത്. സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചും കൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടാൽ, പ്രാർത്ഥനയിൽ നമ്മൾ തുടരുകയാണെങ്കിൽ ഹല്ലേലൂയ കർത്താവിൽ നിന്നുള്ള മറുപടി ലഭിക്കുവാനിടയായി തീരും. ഇന്ന് ഈ ദൈവവചനം നമ്മളോട് പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ആമേൻ അവർ തളർന്നു പോകുകയില്ല, അവർ ക്ഷീണിച്ചു പോകുകയില്ല. അവർക്ക് കർത്താവ് തക്ക സമയത്ത് മറുപടി നൽകുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, എന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് വിജയമാകണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ ഹല്ലേലൂയ. അങ്ങനെ എത്ര വിഷയങ്ങളാ. എന്റെ ഭവനത്തിന്റെ പണി ഒന്ന് പൂർത്തിയാകണമെന്ന് പറഞ്ഞ, എത്രയും വേഗം ഒന്ന് പൂർത്തിയാകണമേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ. സ്തോത്രം. എത്രയോ വർഷങ്ങളായി പണം ബാങ്കിൽ ഇട്ടിട്ട് വീട് പണി നടക്കാതിരിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതിരിക്കുന്നവർ, ഇങ്ങനെ എത്ര വ്യക്തികളുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരില്ലയോ? ആമേൻ ഹല്ലേലൂയ. ഞങ്ങളെ വിട്ടു പോയിട്ട് ഞങ്ങളിലേക്കൊന്നും മടങ്ങി വരുന്നില്ല, തലമുറ മടങ്ങി വരുന്നില്ല. അവരെ ഒന്ന് കാണുവാൻ, അവരുടെ നന്മയൊന്ന് കാണുവാൻ, അവരുടെ സന്തോഷത്തിൽ ഒന്ന് സന്തോഷിക്കുവാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരില്ലേ? പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം പറയുന്നു ഹല്ലേലൂയ, നിങ്ങൾ
കാത്തിരുന്നാൽ നിങ്ങൾ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെല്ലാം മാറിപ്പോകും. ഇരുളടഞ്ഞ മേഖലകളെല്ലാം നീങ്ങിപ്പോകുവാനിടയായി തീരും. അത്ഭുതത്തിന്റെ വഴികൾ തുറക്കപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് കഴിയാത്തത് സർവശക്തൻ നമുക്ക് നൽകി തരുവാനിടയായി തീരും. നമ്മൾ പലപ്പോഴും അസാധ്യം 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 എന്ന് പറഞ്ഞത് ആമേൻ നടക്കുകയില്ല, എനിക്കിതിന് കഴിവില്ല, എന്റെ കുടുംബത്തിന് ഇതിന് കഴിവില്ല, എന്റെ കുടുംബം കൊണ്ട് ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞ എത്ര വിഷയങ്ങൾക്കാണ് കർത്താവ് മറുപടി കൊടുത്തത്. അടിയന്റെ കണ്ണുകൾ കൊണ്ടത് കാണുവാന്, എന്റെ ജീവിതത്തിൽ അത് അനുഭവിക്കാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അനവധി വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്കായി വിളിച്ച ഹല്ലേലൂയ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ 10 വർഷമായി ഈ പവർഷൻ ടിവിയിലൂടെ ആമേൻ സുവിശേഷ പ്രസംഗം ചെയ്തപ്പോൾ എത്രയോ ആയിരക്കണക്കിന് വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് കടന്നു വന്നത്. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നോ അതെല്ലാം ആ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. എന്നാൽ എത്രയോ പേര് ഹല്ലേലൂയ ആ വിടുതലിന്റെ സാക്ഷ്യം പറയുവാനിടയായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഹല്ലേലൂയ അങ്ങനെ ഒരു ചാൻസും കൂടെ ഹല്ലേലൂയ ഉണ്ടായിരുന്നു എങ്കിൽ, ഈ സാക്ഷ്യം പറയുവാനും കൂടി ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പേരുണ്ട് അങ്ങനെ സാക്ഷ്യം പറയുവാൻ പ്രാർത്ഥിച്ച് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച്, കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ച്, കർത്താവിന്റെ വഴികളെ കുറിച്ച് എത്രയോ അത്ഭുത സാക്ഷ്യങ്ങളുണ്ട് പറയുവാൻ. ഹല്ലേലൂയ. പലപ്പോഴും പല പ്രിയപ്പെട്ടവരും പറയുന്ന പല സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ കൂട്ടായ്മയിലും എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ അറിയിക്കാറുണ്ട് ചിലതൊക്കെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ കാത്തിരിക്കുന്നവരൊരിക്കലും ഹല്ലേലൂയ തളർന്നു പോകരുത്, ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. തളർന്നു പോകാത്ത ഒരു ഓട്ടം, ക്ഷീണിച്ചു പോകാത്ത ഒരു നടത്തം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ആ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആരെല്ലാം കാത്തിരുന്നോ. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു 120 പേര് കൂടുന്ന വലിയൊരു സംഘം മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരിക്കുകയാണ്. അവർ കാത്തിരിക്കുമ്പോൾ 2-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ഭൂകമ്പം അവരുടെ നടുവിലുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ച് ഹല്ലേലൂയ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആ ശക്തി, അവർ കാത്തിരുന്നിയ ശക്തി അവരിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ ശക്തിയാൽ അവർ നിറയപ്പെടുവാനിടയായി തീർന്നു. ഇന്നും കാത്തിരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ, ജീവിതത്തിന്റെ ഹല്ലേലൂയ എല്ലാ അവസ്ഥകളിലും വ്യത്യാസങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം സർവശക്തൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന ആരെയും കർത്താവ് ഹല്ലേലൂയ വിഷമിപ്പിച്ച് വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ആരും നിരാശരായി മടങ്ങിപ്പോയിട്ടില്ല. കർത്താവിന്റെ ഒരിക്കൽ വന്നവരെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ച് അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ ഏത് ജാതിയെന്നോ ഏത് നിറമെന്നോ ഏത് ഭാഷയെന്നോ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ അരിക്കൽ വന്നിട്ടുള്ളവരെ എല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമായ കർത്താവ് നിറച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മാനുഷികമായി നമ്മൾക്ക് പുറമേ ലഭിക്കുന്നതായ ഭൗതികമായ ചില ആമേൻ സ്വത്തുകളോ എന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയല്ല സർവശക്തന്റെ അരിക്കലേക്ക് തന്റെ ജനം കടന്നു വരുന്നത്. ആത്മീയമായ ചില അനുഭവങ്ങളാൽ സമ്പന്നരായി തീരുവാനാണ്. ശൂന്യ
ധന്യമായ അനുഭവങ്ങളുടെ നടുവിൽ സമ്പന്നരായി തീരുവാനാണ് സർവശക്തനായ കർത്താവിന്റെ അരികിലേക്ക് ജനം കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്നവരെ എല്ലാം നിറച്ച് അനുഗ്രഹിച്ച് മടക്കി അയക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ച സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ആരെ പ്രാർത്ഥിച്ചാലും ആ ദൈവ്യമായ ശക്തി അവരിലേക്ക് പകരുവാനിടയാകുന്നു. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ഊമർ സംസാരിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, കുരുടർ കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ വലിയൊരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിലൂടെ കാണുവാൻ നമുക്കിടയാകുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിടുതലാണ് ആവശ്യമുള്ളത്? ഈ സർവശക്തനായ കർത്താവിന്റെ തിരുമുൻപിൽ നമ്മൾ കാത്തിരുന്നാൽ വാസ്തവമായി കർത്താവിൽ നിന്ന് ആ വിടുതൽ വരും. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതല്ല വിഷയം, ഏത് ഭവനത്തിലാണെന്നുള്ളതല്ല, ഏത് ജാതിയോ ആണോ പെണ്ണോ ഏത് ഭാഷയോ, ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അനേക പ്രിയപ്പെട്ടവര് പ്രാർത്ഥനയ്ക്കായി അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളുടെ, മറുപടിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളുടെ, വിടുതലിനായി കാത്തിരിക്കുന്ന തന്റെ മക്കളുടെ എല്ലാ വിഷയങ്ങളുടെ മേലും സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഹല്ലേലൂയ കണ്ണുനീരോടെ അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി നൽകി മാനിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, നീ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത പ്രിയ ഷീജ തോമസ് സിസ്റ്ററേയും കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസിയെയും ദാസനെയും കർത്താവേ, മരുഭൂമിയിലായിരിക്കുന്ന യുദ്ധങ്ങളും പലവിധമാകുന്ന പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണം, സൂക്ഷിക്കണം, അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കുമാറണമേ. അവർക്ക് വേണ്ട ഭാവിയുടെ വഴികൾ ഒരുക്കി കൊടുക്കണമേ. നല്ലൊരു ഭവനം ഒരുക്കി കൊടുക്കണമേ. പ്രിയപ്പെട്ടവരൊക്കെ ഈ കൃപയിലേക്ക് കടന്നുവരെ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം, അത്ഭുതങ്ങളാൽ നിറച്ചിരിക്കയാൽ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.